ഹലോ, വെൽക്കം ടു ട്രാവൽ ജഗ. ഭൂമിയിലെ പരദിസ എന്നറിയപ്പെടുന്ന കാശ്മീരിലേക്കൊന്ന് പോയാലോ? ഡൽഹി വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഡൽഹി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. 12 പേരുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് പാക്കേജ് എടുത്തിട്ടാണ് നമ്മളുടെ യാത്ര. ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് എയർ ഇന്ത്യയുടെ A320 സീരീസിലുള്ള ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ ഇന്നത്തെ ദിവസം ഒരു 2:30-3 മണി തൊട്ട് നാളെ ഒരു 4 മണി വരെയുള്ള സമയമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഡൽഹിയിൽ എന്തൊക്കെ കാണാം അതൊക്കെ നമ്മൾ കവർ ചെയ്യും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്ലൈറ്റിൽ നിന്നായിരുന്നു. എയർ ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡാണ്. ഇത് നോൺ വെജ് ഓപ്ഷനാണ് ആൻഡ് ഇത് വെജ് ഓപ്ഷനാണ്. നല്ല ഫുഡായിരുന്നു. നമുക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. ഏകദേശം 10:30 നമ്മൾ ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 3 ലാൻഡ് ചെയ്തു. പിന്നീട് ബാഗൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ പിന്നെ ഗൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഡൽഹിയിലെത്തി നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം പോകുന്നത് ഇന്ന് സ്റ്റേ ചെയ്യുന്ന കരോൾ ബാഗ് എന്ന സ്ഥലത്തെ ഹോട്ടലിലോട്ടാണ്. ഹോട്ടലിന്റെ പേര് ബ്രിക്സ് എന്നാണ്. ഇതൊരു ഹോട്ടൽസിന്റെ ഏരിയ ആണ്. ഈ ഒരു ഏരിയ ഫുൾ ഹോട്ടൽസ് തന്നെയായിരുന്നു. റോഡിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ട് റൂമിലെത്തിയപ്പോഴത്തേനും 1 മണി കഴിഞ്ഞു. പിന്നീട് നമ്മൾ ഫ്രഷായി ഹൽദിറാംസിൽ പോയി. അടുത്തൊരു ഹൽദിറാംസ് ഉണ്ടായിരുന്നു. അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് 2:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഒഫീഷ്യലി ഡൽഹി കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ മോസ്റ്റ് ഐക്കോണിക് മോണുമെന്റ്സിൽ ഒന്നായ റെഡ് ഫോർട്ട് അഥവാ ലാൽ കില കാണാനാണ്. നമുക്ക് ചെങ്കോട്ട എന്ന് വിളിക്കാം. ഇതൊരു വെറും കെട്ടിടമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിന്റെയും മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രതാപത്തിന്റെയും ഒക്കെ പ്രതീകം കൂടെയാണ്. എല്ലാ വർഷവും ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ്, അതായത് ദേശീയ പതാക ഉയർത്തുന്നത് ഇവിടെയാണ്. താജ്മഹൽ പണിത് തരാൻ നിങ്ങൾക്കറിയില്ലേ? അതെ, ഷാജഹാൻ. അതേ ഷാജഹാൻ തന്നെയാണ് ഈ റെഡ് ഫോർട്ടും നിർമ്മിച്ചത്. ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്ന് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ചെങ്കോട്ടയുടെ ചരിത്രം തുടങ്ങുന്നത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ കാലത്താണെന്ന്. അദ്ദേഹം 1639 ഈ കോട്ടയുടെ നിർമ്മാണം തുടങ്ങിയത്. റെഡ് സാൻഡ് സ്റ്റോൺസ് കൊണ്ടാണ് ഇതിന്റെ ഈ ഒരു മതിലുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കോട്ടയ്ക്ക് റെഡ് ഫോർട്ട് എന്ന് പേര് വന്നത്. നമുക്കിനി കോട്ടയ്ക്കുള്ളിലേക്ക് പോവാം. റെഡ് ഫോർട്ടിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പം നമ്മൾ ആദ്യം കാണുന്നത് ഒരു മാർക്കറ്റാണ്, ഒരു കവേർഡ് മാർക്കറ്റ്. റെഡ് ഫോർട്ടിനുള്ളിൽ മാർക്കറ്റോ? അതെ, മാർക്കറ്റ്. ഇതിനെ ചട്ടാ ചൗക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് മുഗൾ ഭരണകാലത്ത് അവിടുത്തെ രാജ്ഞിമാരും രാജകുടുംബത്തിലെ സ്ത്രീകളും ഒക്കെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ, അതായത് ജ്വല്ലറിയും സിൽക്സും ഒക്കെ വാങ്ങിക്കാൻ ഇവിടെ വന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചക്രവർത്തിയോ മറ്റു പ്രധാനപ്പെട്ട വ്യക്തികളോ ഒക്കെ വരുമ്പോൾ സംഗീതജ്ഞർ വന്ന് വാദ്യോപകരണങ്ങളൊക്കെ മുഴക്കി അവരുടെ വര വരയിച്ചിരുന്നൊരു സ്ഥലമാണിത്. നൗബത്ത് ഖാന എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ കാണുന്ന ഈ ഒരു മനോഹരമായ ഹാൾ, അതിനെ ദിവാൻ എ ആം എന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് ചക്രവർത്തി സാധാരണ ജനങ്ങളെ കാണുകയും അവരുടെ പരാതികളൊക്കെ കേൾക്കുകയും ചെയ്തിരുന്നത് ഇവിടെ വെച്ചായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്.
ഈ കോംപ്ലക്സിനുള്ളിൽ ചക്രവർത്തിയുടെ വസതിയും ദിവാൻ എ ഖാസ്, അതായത് ഹാൾ ഫോർ പ്രൈവറ്റ് ഓഡിയൻസ്, പിന്നെ രംഗുമഹൽ, മോസ്ക്, അങ്ങനെ കുറേ നിർമ്മിതികളുമുണ്ട്. ഏകദേശം 200 വർഷത്തോളം മുഗൾ ചക്രവർത്തിമാരുടെ ആസ്ഥാനമായിരുന്നു ഈ കോട്ട. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടെയാണ്. ഇതിൻ്റെ ആർക്കിടെക്ചറൽ ബ്രില്യൻസും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും ഒക്കെ കണക്കാക്കി 2007 ഇതിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചത്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് പീസ്ഫുൾ പ്ലേസ് ഇൻ ഡൽഹിയാണ് രാജ്ഘട്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, നമ്മുടെ ഗാന്ധിജിയുടെ ഭൗതിക ശരീരം സംസ്കരിച്ച സ്ഥലമാണിത്. ഇറ്റ്സ് എ പ്ലേസ് ദാറ്റ് ഹോൾഡ്സ് സോ മച്ച് ഹിസ്റ്ററി. അദ്ദേഹത്തോടുള്ള ആദരവ് സൂചകമായി ചെരുപ്പുകൾ പുറത്തിട്ടിട്ട് വേണം അകത്തോട്ട് പ്രവേശിക്കാൻ. മെയിൻ മെമ്മോറിയൽ ഒരു സിമ്പിൾ ബ്ലാക്ക് മാർബിൾ പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ ഒരു എൻഡിൽ ഒരു കെടാവിളക്ക്, അമർജ്യോതി എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്നും നിലനിൽക്കും എന്നതിൻ്റെ പ്രതീകമായിട്ട് അവിടെയുണ്ട്. ഹേ റാം എന്ന് സ്മാരകത്തിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. അതായത് ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്കുകളാണ് ഇതെന്ന് കരുതപ്പെടുന്നു. രാജ്ഘട്ട് മനസ്സിനെ ശാന്തമാക്കുന്ന ഒരിടം കൂടെയാണ്. മനോഹരമായ പുൽത്തകിടികളും മരങ്ങളും നിറഞ്ഞ അന്തരീക്ഷം. രാജ്ഘട്ട് ശരിക്കും ഒരു സ്മാരക സമുച്ചയമാണ്. ഗാന്ധിജിയുടെ മാത്രമല്ല, മറ്റു പ്രമുഖ നേതാക്കളായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ശക്തിവൻ, ഇന്ദിരാഗാന്ധിയുടെ ശക്തി സ്ഥൽ, രാജീവ് ഗാന്ധിയുടെ വീരഭൂമി, സെയിൽ സിംഗിന്റെ ഏകതാ സ്ഥൽ തുടങ്ങിയ സ്മാരകങ്ങൾ ഇവിടെയുണ്ട്. ഇത് രാജീവ് ഗാന്ധിയുടെ മെമ്മോറിയലാണ്. ഇത് ഇന്ദിരാഗാന്ധിയുടെ മെമ്മോറിയലാണ്. ഡൽഹി എന്ന് പറയുമ്പോഴേ പലരുടെയും മനസ്സിൽ വരുന്നൊരു പിക്ചറുണ്ട്, ഇന്ത്യ ഗേറ്റിൻ്റെ. അതെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യ ഗേറ്റ് ആണ്. ഇന്ത്യൻ സൈനികരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഒരു പ്രധാനപ്പെട്ട യുദ്ധ സ്മാരകം അഥവാ വാർ മെമ്മോറിയലാണിത്. ഈ ഒരു ട്രയംഫൽ ആർച്ച് അഥവാ ഈ മൊനുമെന്റൽ ഫ്രീ സ്റ്റാൻഡിങ് സ്ട്രക്ചറിലെ അത് ഡിസൈൻ ചെയ്തത് ഒരു ഫേമസ് ആർക്കിടെക്റ്റായ എഡ്വിൻ ലൂട്യൻസ് ആണ്. ഫസ്റ്റ് വേൾഡ് വാറിലും മറ്റു യുദ്ധങ്ങളിലും ഒക്കെ ജീവൻ നഷ്ടപ്പെട്ട 13,300 സോൾജിയേഴ്സിന്റെ പേര് ഇതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് കാണുന്നത് രാഷ്ട്രപതി ഭവനാണ്. ആൻഡ് ഇന്ത്യ ഗേറ്റ് തൊട്ട് രാഷ്ട്രപതി ഭവൻ വരെ നീളുന്ന ഈ ഒരു പാത്തുണ്ടല്ലോ, അതിനെ കർത്തവ്യ പഥ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇന്ത്യ ഗേറ്റിന്റെ ഒരു സൈഡ് വ്യൂ ആണ്. പിന്നെ ഇവിടെ നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു വലിയ ഗ്രാനൈറ്റ് സ്റ്റാച്യു നിങ്ങൾക്ക് കാണാൻ പറ്റും. പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു 9 മണിക്ക് തന്നെ നമ്മൾ യാത്ര ആരംഭിച്ചു. ആദ്യം രാഷ്ട്രപതി ഭവന് ചുറ്റും ഒരു റൗണ്ട് അടിച്ചിട്ട് നേരെ പോകുന്നത് ഹുമയൂൺ ടോംബ് കാണാനാണ്. ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറുമ്പോൾ സെയിം കോംപ്ലക്സിൽ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഇസാഖ് ഖാൻ ടോംബാണ്. അതായത് ഇസാഖ് ഖാന്റെ മൃതദേഹം സംസ്കരിച്ച സ്ഥലം. 1547 ഹുമയൂൺ ടോംബ് നിർമ്മിക്കുന്നതിന്റെ 20 വർഷം മുമ്പ് ഇസാഖ് ഖാൻ നിയാസി തന്നെയാണ് ഈ ടോംബ് അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ചത്. 1548 95-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇസാഖ് ഖാൻ ഒരു അഫ്ഗാൻ നോബിളായിരുന്നു. പിന്നെ അദ്ദേഹം ഷേർഷാ സൂരിയുടെ കോർട്ടിലെ ജനറലുമായിരുന്നു. ഈ ഒരു ടോംബ് നിർമ്മിച്ചിരിക്കുന്നത് ഒക്ടഗണൽ ഷേപ്പിലാണ്. സുർ ഡൈനാസ്റ്റി ആർക്കിടെക്ചറിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇതെന്ന് നമുക്ക് പറയാം. ഈ ടോംബിന് അടുത്തായിട്ട് നമുക്കൊരു മോസ്കും കാണാൻ സാധിക്കും.
ഇനി നമ്മൾ എന്തായിരിക്കും കാണാൻ പോകുന്നത്? അതെ, ഹുമയൂൺ ടോംബ്. മുഗൾ ചക്രവർത്തിയായ ഹുമയൂണിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യ ബേഗ ബീഗം കമ്മീഷൻ ചെയ്തതാണ് ഹുമയൂൺ ടോംബ്. ഇതാണ് ഹുമയൂൺ ടോംബിലോട്ടുള്ള ആദ്യത്തെ ഗേറ്റ്. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗേറ്റ് കൂടെ ഉണ്ട്. ഇതാണ് അടുത്ത എൻട്രൻസ്. ഈ ഒരു എൻട്രൻസ് കൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഹുമയൂൺ ടോംബിന്റെ നല്ല അതിമനോഹരമായ ഒരു വ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈല് പിന്നീട് താജ്മഹൽ പണിയാൻ വേണ്ടിയുള്ളൊരു ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും പിന്നെ കുറേ മുഗൾ രാജകുടുംബാംഗങ്ങളുടെ റെസ്റ്റിംഗ് പ്ലേസുമാണ്. ആക്ച്വലി ഒരു ബ്യൂട്ടിഫുൾ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്. ഇതൊരു ഡബിൾ ഡോം സ്ട്രക്ചറാണ്. ഔട്ടർ ലെയർ ബിൽഡിങ്ങിന് നല്ല ഹൈറ്റ് കൊടുക്കും. അപ്പം ആ ഒരു ഇന്നർ ലെയറിലോട്ട് പോകണമെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് കയറി വേണം ഇന്നർ ലെയറിലോട്ട് പോകാൻ. ചാർബാഗ് ഗാർഡൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ 4 പാർട്ട് ഗാർഡൻ. ഈ ഗാർഡനെ 4 സിമെട്രിക്കൽ സ്ക്വയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 4 വശത്തും നോക്കുമ്പോഴും ഒരുപോലെ ഇരിക്കും. ഇത് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഈ നടപ്പാത വെച്ചിട്ടും വാട്ടർ ചാനൽസ് വെച്ചിട്ടും ഒക്കെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ടോംബിന് സ്ക്വയർ ലേഔട്ടും അകത്തെ ചേംബറിനാണെങ്കിൽ ഒക്ടഗണൽ ഷേപ്പാണുള്ളത്. ഇനി നമ്മൾ ലോട്ടസ് ടെമ്പിൾ കാണാനാണ് പോകുന്നത്. ഇതിൻ്റെ ഒറിജിനൽ നെയിം ബാഹെ ഹൗസ് ഓഫ് വർഷിപ്പ് എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഈ താമര പോലത്തെ ഒരു ഷേപ്പ് കാരണം, അത് ലോട്ടസ് പോലത്തെ ഈ ഷേപ്പ് കാരണം ഇതിന് ലോട്ടസ് ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനുള്ള വിഗ്രഹങ്ങളോ മതപരമായ എന്തോ ചിത്രങ്ങളോ സിമ്പിൾസോ ഒന്നുമില്ല. ഏത് മതത്തിലുള്ള ആൾക്കാർക്കും വന്ന് സൈലൻ്റ് ആയിട്ട് പ്രാർത്ഥിക്കാം, മെഡിറ്റേഷൻ ചെയ്യാം. അകത്ത് കയറുമ്പം ബഹളമൊന്നും ഉണ്ടാക്കാതെ നിശബ്ദമായിട്ടിരിക്കണം എന്നേ ഉള്ളൂ. ലോട്ടസ് ടെമ്പിളിന് 9 സൈഡും ചുറ്റും 9 പൂൾസും ഉണ്ട്. ചെരുപ്പും ഷൂവും ഒക്കെ സൂക്ഷിക്കാൻ പുറത്തൊരു സ്ഥലമുണ്ട്. അവർ തരുന്ന ഒരു സഞ്ചിയിലിട്ടിട്ട് അത് അവിടെ കൊണ്ട് കൊടുത്താൽ മതി. അകത്തോട്ട് കയറുന്നതിന് മുമ്പ് നമ്മളെ ക്യൂ ആയിട്ട് നിർത്തി 2-3 ക്യൂ ആയിട്ട് നിർത്തിയിട്ട് അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരും. ഫോണ് സൈലന്റ് ആക്കണം, ഫോട്ടോഗ്രാഫി പാടില്ല എന്നൊക്കെ. അകത്ത് കയറി കുറച്ചു നേരം സമാധാനത്തോടെ മിണ്ടാതിരിക്കുകയോ പ്രാർത്ഥിക്കുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ ഒക്കെ ആവാം. ഡൽഹിയിലെ നമ്മളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്, കുത്തബ് മിനാർ. ഡൽഹിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തതെല്ലാം ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സും കാര്യങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെയുള്ളൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് കുത്തബ് മിനാറും. 73 മീറ്റർ ഉയരമുള്ള ഈ ഒരു മിനാരറ്റാണ് ദി ടോളസ്റ്റ് ബ്രിക്ക് മിനാരറ്റ് ഇൻ ദ വേൾഡ്. ഇവിടെ നിന്നാൽ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഫ്ലൈറ്റ് ഒക്കെ ഇതിന്റെ മുകളിൽ കൂടെയും സൈഡിൽ കൂടെയൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഡൽഹിയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന നിർമ്മിതിയാണിത്. അത് 1192 കുത്തബ്ദീൻ ഐബക്കാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പൂർത്തിയാക്കിയത് അദ്ദേഹത്തിന്റെ തന്നെ സക്സസറായ ഇൽത്തുമിഷ് എന്ന് പറയുന്ന ആളാണ്. റെഡ് സാൻഡ് സ്റ്റോണും മാർബിളും കൊണ്ടും ഒക്കെ നിർമ്മിച്ച് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള നിർമ്മിതികളാണ് നമ്മളിവിടെ കാണുന്നതെല്ലാം.
ഇന്നലെ 3 മണിക്ക് തുടങ്ങിയ സൈറ്റ് സീയിങ് മുഴുവൻ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് നമ്മൾ കവർ ചെയ്തത്. ഇന്നൊരു 2:30 കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ കണ്ടു. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. പക്ഷെ ഒരു ദിവസം കൊണ്ട് ഇത്രയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇത്രയൊക്കെ കാണുന്നത് തന്നെ ഭാഗ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ കാശ്മീരാണ്. നമ്മൾ നേരെ കാശ്മീരിൽ പോവാണ്. ഡൽഹിയിൽ നേരെ കാശ്മീരാണ് പോകുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.